2010 യുഎസിൽ നിന്നും നാടുകടത്തപ്പെട്ട റഷ്യൻ ചാരവനിത അന്ന ചാപ്മാന് പുതിയ ദൗത്യം നൽകി വ്ളാഡിമിർ പുടിൻ ഭരണകൂടം. ചുവന്ന മുടിയുമായി ഒരിക്കൽ പാശ്ചാത്യ ലോകത്തെ റഷ്യയുടെ എതിരാളികളെ വട്ടം കറക്കിയിരുന്ന അന്ന, മോസ്കോയിൽ പുതുതായി ആരംഭിച്ച റഷ്യൻ ഇന്റലിജൻസ് മ്യൂസിയത്തിന്റെ മേധാവിയാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശ ചാര ഏജൻസിയായ എസ്വിആറുമായി നേരിട്ട് ബന്ധമുള്ളതാണ് മോസ്കോയിലെ ഗോർക്കി പാർക്കിന് സമീപം ആരംഭിച്ചിരിക്കുന്ന മ്യൂസിയം. റഷ്യൻ ചാരവൃത്തിയുടെ ചരിത്രവും നേട്ടങ്ങളുമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുകയെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ക്രൈം ത്രില്ലർ സിനിമ പോലെയാണ് അന്ന ചാപ്മാന്റെ ചാരജീവിതം. ബ്ലാക്ക് വിഡോ എന്ന രഹസ്യനാമത്തിലറിയപ്പെടുന്ന അന്നയെ യുഎസ് അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു ഒരു കാലത്ത് റഷ്യ ചാരവൃത്തിക്ക് നിയോഗിച്ചിരുന്നത്. 2010 ഓപ്പറേഷൻ ഗോസ്റ്റ് സ്റ്റോറീസിനിടെ റഷ്യൻ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിച്ചിരുന്ന അന്നയെ ന്യൂയോർക്കിൽ വച്ച് FBI അറസ്റ്റ് ചെയ്തു. അറസ്റ്റിനു പിന്നാലെ അന്നയുടെ വസതിയിൽ നിന്ന് റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ച രഹസ്യ വയർലെസ് നെറ്റ്വർക്കുകളും ലാപ്ടോപ്പും FBI കണ്ടെടുത്തു. 2010 ജൂൺ 27 അന്നയ്ക്ക് പുറമെ മറ്റ് 9 പേരും റഷ്യൻ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായി. വൈകാതെ അന്നയെ മോസ്കോയിലേക്ക് നാടുകടത്തി. പിന്നാലെ പുടിന്റെ വിശ്വസ്തയായി മാറി. അലക്സ് ചാപ്മാനുമായുള്ള വിവാഹത്തിലൂടെ അന്നയ്ക്ക് ബ്രിട്ടീഷ് പൗരത്വവും ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ആക്സിസ് ന്യൂസ്.